എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്ക്, ഭാര്യ മരിച്ചു, നമ്മൾ ഇന്ന് മരണവീട്ടിൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ ഇവിടുത്തെ നാടിൻ്റെ കാര്യമല്ല പറയണേ, ഞങ്ങളുടെ നാടിൻ്റെ കാര്യമാണ്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി കാണാം. ആണിനും പെണ്ണിനും എല്ലാവരും കയറി ഇങ്ങനെ മയ്യത്ത് കാണാറുണ്ട്. അവസാനം മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിയാൻ സമയമാകുമ്പോഴത്തേക്കും എന്നാ ഇടിയാന്നറിയാവോ കാണാൻ. ആണും പെണ്ണും ആദ്യം പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു കൊടുക്കും, കണ്ടോ വരി വരിയായി നിൽക്കും, പിന്നെ ആണുങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഭർത്താവ് ഭാര്യയുടെ മയ്യത്തിന്റെ ചാരത്തിങ്ങനെ നിൽക്കുക. അപ്പൊ ചോദിക്കുക, പൊതിയാൻ പോവാ, ഇനി ആരെങ്കിലും കാണാറുണ്ടെങ്കിൽ കണ്ടോളെ. എന്താ പറയണേ? എടാ, മരിച്ചിട്ട് മയ്യത്ത് പൊതിയാൻ മൂക്കിൽ പഞ്ഞി വെച്ചിട്ട് കഫം പൊതി എടുത്തിട്ട് മുഖം മറയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ വാപ്പയും കൂടപ്പറപ്പും ഭർത്താവും കുടുംബക്കാരും ചോദിക്കുക, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോന്ന്. കൊണ്ടുവന്ന് കാണിച്ചു, പൊതിഞ്ഞു. പിന്നെ പള്ളി കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വെച്ചൊന്ന് അഴിച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ. കണ്ടു, പൊതിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ചോദിക്കും, ഇനി ആർക്കെങ്കിലും കാണാനുണ്ടോ. സുബ്ഹാനല്ലാഹ്. ആരെ? ഇവന്റെ പെണ്ണും പിള്ളേ, ഇവന്റെ സ്വന്തം ഭാര്യയെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്, കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും കാണാനുണ്ടോ. ഇവന്റെ വാപ്പായിക്കല്ല, ഇവനല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാലം എവിടെ പോയി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. എടാ ചെറുപ്പക്കാരാ, നിനക്കിത് പറഞ്ഞാ മനസ്സിലാകൂല. മയ്യത്ത് പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലാകില്ല. എന്തേ മനസ്സിലാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വിവാഹം കഴിച്ച് നിക്കാഹ് കഴിഞ്ഞ ഉടനെ അതാ ഓഡിറ്റോറിയത്തിന്റെ പന്തലിന്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ ചാരത്ത് നിർത്തിയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നവനാ. സ്വന്തം ഭാര്യയുടെ മയ്യത്ത് നാട്ടുകാരെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മനസ്സിലാവൂല. കാരണം അവൻ കല്യാണം കഴിച്ചിട്ട് ആ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിൽ തൻ്റെ കൂട്ടുകാരെ മുഴുവനും ഈ കെട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഇവൻ ഇത് തിരിയുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിന് നിന്നു കൊടുക്കുന്ന പെൺകുട്ടികൾ, അതിന് നിന്നു കൊടുക്കുന്ന പെൺകുട്ടികൾ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത്. അവിടെ കൊടുത്ത വസിയത്ത് എന്തെന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകല് എന്നെ കബറടക്കരുത്, രാത്രിയിൽ വേണം എന്നെ കബറടക്കാൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ അവിടുന്ന് തന്റെ കുടുംബത്തോട് പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പകലെന്നെ കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, ഫാത്തിമ പറയാറുള്ള കാരണം എന്താ? എന്റെ പകല് കബറടക്കിയാൽ ആ സമയത്ത് അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു അന്യ പുരുഷരമ കണ്ടിട്ടില്ല. എന്റെ ശരീരമോ എന്റെ ഔറത്തോ ഇന്ന് വരെ ഒരു അന്യ പുരുഷരമ കണ്ടിട്ടില്ല. പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിലോ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരായിരിക്കുമല്ലോ അലിയേ. 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ കബറിന്റെ അകത്തേക്ക് ഇറക്കുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാടുമല്ലോ. അതെനിക്കിഷ്ടമല്ല അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്റെ മയ്യത്ത് കബറടക്കാവൂ എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്നാണടി നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടത്. ആ ഫാത്തിമയല്ലേ സ്വർഗത്തിന്റെ റാണി. ആ ഫാത്തിമ ബീബിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ
എന്റെ ഈ നാട്ടിലെ എത്ര പെങ്ങന്മാർക്കാ, എന്റെ ഈ നാട്ടിലെ എത്ര പെണ്ണുങ്ങൾക്കാ കഴിയുന്നത്? അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ കണ്ണുകളെ സൂക്ഷിക്കണേടാ ചെറുപ്പക്കാരാ. ഹറാം കാണല്ലേ, അന്യപുരുഷന്റെ ശരീരം കാണല്ലേ, അന്യപുരുഷന്മാരുടെ സൗറത്ത് കാണല്ലേ, അന്യ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടുകൊണ്ട് ആസ്വദിക്കല്ലേ ചെറുപ്പക്കാരാ. നീ വിചാരിക്കും ഇത് സാധാരണ പാപമാണെന്ന്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അതൊരു സാധാരണ പാപമല്ല. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ പാപമാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നിനക്കൊരു ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴെയിരിക്കുന്ന പടച്ച റബ്ബിന്റെ കഅബാലയമുണ്ടല്ലോ, ഞാനും നിങ്ങളും നേരെ നിന്ന് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച അല്ലാഹുവിന്റെ പ്രവാചകന് ചുംബനം കൊടുത്ത, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹൃദയം ചേർത്ത് വെച്ച ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുകയാ. അല്ലാഹുവേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. പടച്ച റബ്ബിനോട് പറയുകയാ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഇത് മാത്രമാണ് പറയുന്നത്, ഇത് മാത്രമാണ് പറയുന്നത്. എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തരുത്, എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ മഹാനവിടെന്ന് ചോദിക്കുകയാ, മോനെ നീ എന്തേ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? പലരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറ്, പലരും എല്ലാ പടച്ചവനെ സ്വർഗം കിട്ടാറ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോ നീ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ 1ാമത്തെ സഹോദരന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. എന്റെ ജ്യേഷ്ഠന്റെ ജോലി ബാങ്ക് വിളിക്കലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചത് 40 കൊല്ലമാ. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിച്ചിരുന്ന ജ്യേഷ്ഠനായിരുന്നു. എത്ര വലിയ പ്രതിഫലമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം എത്രയോ വലുതാ ചെറുപ്പക്കാരാ. മോനെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിക്കണമെടോ. അല്ലാഹുവിന്റെ പള്ളിയിൽ പോയിട്ട് മുഅദ്ദിൻ ഉസ്താദിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കണം, ഉസ്താദ് എനിക്കൊരവസരം തരുമോ? ഒരിക്കലെങ്കിലും ഒന്ന് ബാങ്ക് വിളിക്കാൻ. കാരണം ബാങ്ക് വിളിക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. ഇന്ന് പള്ളിയിലെ പ്രസിഡന്റ് ആകാനും മത്സരമാണല്ലോ, വോട്ടാണല്ലോ, ഇലക്ഷനാണല്ലോ. വീടുകൾ തോറും കയറിയിറങ്ങിയിട്ട് രാഷ്ട്രീയക്കാര് വോട്ട് പിടിക്കുന്നത് പോലെ പള്ളികളുടെ പ്രസിഡന്റ് ആകാ, സെക്രട്ടറി ആകാ, വോട്ട് കിട്ടുന്ന കാലമാണല്ലോ.
എങ്ങനെയെങ്കിലും കമ്മിറ്റിയെ തറക്കിയിടാൻ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തുന്ന കാലമാണല്ലോ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പ്രസിഡന്റ് ആകാ മത്സരിക്കൂല, സെക്രട്ടറി ആകാ പണം ചെലവഴിക്കില്ല, പള്ളിയിലെ മുഅദ്ദിനാകാൻ മത്സരിക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരി. ഇത്തിരി ചൂടുവെള്ളം വേണം. ഇപ്പൊ നല്ല മഞ്ഞുണ്ടില്ലേ? ശബ്ദം അടഞ്ഞു. ഇതേപ്പാ മൈക്ക് സെറ്റുകാരനെ കുറ്റം പറഞ്ഞല്ല. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനം. നാളെ വയലുണ്ട്. അള്ളാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. ഇവിടെ എങ്ങനെ അപ്പൊ ഇലക്ഷൻ ഉണ്ടോ? പള്ളിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലപ്പാ, പള്ളിയിൽ ഇലക്ഷൻ ഉണ്ടല്ലോ. ഇവിടെ വോട്ടായില്ല. അള്ളാഹു അലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുടെ പ്രസിഡന്റ് ആകാനേ പഞ്ചായത്ത് ഇലക്ഷൻ പോലെ പോവാ. അബൂബക്കറെ, ഞാനാ നിൽക്കുന്നത്, വോട്ട് തരണം കേട്ടോ. എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബറക്കത്തിന് വെച്ചോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. പള്ളിയുടെ ആലോചിക്കേ, ആരുടെ പൈസയാ വാപ്പാ? ആരുടെ പൈസ എടുത്തിട്ടാ നീ ഇവിടെ ഇലക്ഷൻ നടത്തണേ? നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാ? അള്ളാന്റെ പള്ളിയുടെ പൈസ. നിന്നൊക്കെ അള്ള വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ? പടച്ചോൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ ആലോചിക്കേ. പണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് പറയും, ഹജിയാരെ പള്ളിയുടെ പ്രസിഡന്റ് ആകോ? അള്ളാണെ എനിക്ക് വേണ്ട, പോടാ എന്നാ നീന്റെ വഴി നോക്കിയപ്പോ എനിക്ക് സ്വർഗത്തിൽ പോകണം. നാട്ടുകാർ മുഴുവൻ അങ്ങോട്ട് പോയി പറഞ്ഞാലും ഇന്ന് പ്രസിഡന്റ്, അന്നത്തെ കാലത്ത് പഴയ കാലത്ത് പ്രസിഡന്റ് ആകാൻ ആള് വരില്ല. ഇന്ന് അങ്ങനല്ല. അങ്ങോട്ട് പോയിട്ട് പൈസ എടുത്തിട്ട് പറയും എനിക്ക് വേണം വോട്ട്. വണ്ടി കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ ഇറക്കി വോട്ട് ചെയ്യാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊന്നാര ചങ്ങാതിമാരെ, അധികാരമെന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാ. അധികാരമെന്ന് പറയുന്നത് ഒരിക്കലും അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. തുഅതിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. വ്യക്തമായിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോ പള്ളിയിലെ ഖത്തീബ് ഇത് പറഞ്ഞു കൊടുക്കണം. കമ്മിറ്റിയുടെ മത്സരിക്കാൻ നിൽക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും വിളിച്ചു നിർത്തിയിട്ട് പള്ളിയുടെ ഭരണം പിടിക്കാൻ വേണ്ടി തലകുത്തി മറിയുന്ന ഓരോ പള്ളിക്കുടിയിലേക്ക് പോകാതിരിക്കുന്ന വാപ്പായും മത്സരവാ. അങ്ങനെയുള്ളവരെ വിളിച്ചു നിർത്തിയിട്ട് ഈ ഒറ്റ ആയത്ത് ഓതി കൊടുക്കണം. തുഅതിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഇതിന്റെ അർത്ഥം പറഞ്ഞ അപ്പ ഇട്ടിട്ട് പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞു, അധികാരമെന്ന് പറയുന്നത് നിന്നെ തേടി വരാനുള്ളതാ, നീ തേടി പോകരുത്. തേടി പോയാൽ അവസാനം മോശമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനത് പറഞ്ഞിട്ട് നിങ്ങളുടെ പള്ളിയിലെ പ്രസിഡന്റിന്റെ ഹൃദയത്തിൽ ഇടിത്തി വാരിയിടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരം ചോദിച്ചു വാങ്ങിയ അള്ളാഹു ദുനിയാവിൽ അവന് 3 ശിക്ഷ കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും അധികാരം ചോദിച്ചു വാങ്ങിയാൽ അവന് ദുനിയാവിൽ 3 ശിക്ഷ അള്ളാഹു കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞരട്ടെ? പറയണോ? വേണോ? ഒന്ന് കൈവക്കിക്കേ. അപ്പൊ ഇവിടുത്തെ പ്രസിഡന്റ് ആരാപ്പാ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാ? പുറകിലിരിപ്പുണ്ട്. ചിരിച്ചുകൊണ്ടിരി. നാളെ പരലോകത്തും ചിരിക്കണം കേട്ടാ, ഇല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. അധികാരം ഒരിക്കലും ചോദിച്ചു വാങ്ങരുത്. എൻ്റെ പ്രിയ സുഹൃത്ത് ഷരീഫുക്ക വല്ലാത്ത സ്നേഹമാ, ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആക്കാൻ നിൽക്കുക, എന്ത് വേണം? ഞാൻ ചോദിച്ചു, തീക്കട്ടയുടെ മുകളിൽ കയറി ഇരിക്കുന്നത് ഇഷ്ടമാണോ? അപ്പോഴേ ഞാൻ ചോദിച്ചു, തീക്കട്ടയുടെ മുകളിലേക്കാ കയറിയിരിക്കാൻ പോകുന്നത്. കാരണം നിസാരമല്ല, ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് തന്റെ പള്ളിയുടെ ഓഫീസ് റൂമിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക, പള്ളിയുടെ കാര്യം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന
സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആരെങ്കിലും അടുത്തു വന്നിട്ട് എന്തിന് അടുത്തു വന്നിട്ട് ഒരു ചെക്ക് കൊണ്ടുവന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ പൈസ മാറാനാ, ഒന്ന് ഒപ്പിട്ടുതാ. ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ മുന്നിൽ സ്വന്തം മക്കള് അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, പള്ളിയുടെ പൈസയല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യം ചെക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഒരു ഒപ്പിട്ട് തരാൻ. ആ കയ്യിലിരുന്ന പേനയെടുത്തിട്ട് അതിനകത്ത് ഒപ്പിട്ട് കൊടുത്ത, അള്ളാഹുബെ എനിക്ക് നരകത്തിൽ പോകാൻ സമ്മതമാണെന്നാ എഴുതി കൊടുക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ പേന ആരുടെയായിരുന്നു? സർ പ്രസിഡന്റിന്റെ പോക്കറ്റിൽ ഇരുന്നതല്ല, പള്ളിയുടേതായിരുന്നു. ഈ നാട്ടുകാരുടെ. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കമ്മിറ്റിക്കാരെ ഞാൻ ഭയപ്പെടുത്തുന്നില്ല, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മുഅദ്ദിന് വേണ്ടി വോട്ടെടുപ്പ് നടക്കുമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടുത്തെ മുഅദ്ദിൻ ആരാപ്പാ? പള്ളിയിൽ മോദി സാഹിബ് ഉണ്ടോ? ആരാ? എൻ്റെ പൊന്നാര ചങ്ങാതി, സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മളെ കൂടെ പരിഗണിക്കണം കേട്ടാ. വലിയ ചങ്ങാതിയാ, പ്രായം കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രതിഫലം ഈ ഇരിക്കണം പാവപ്പെട്ടവനാ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരൻ മഹാനവടെന്ന് ചോദിക്കുന്നു, മോനെ നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? തങ്ങളെ, എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ 40 വർഷം ബാങ്ക് വിളിച്ച മനുഷ്യരാ, അവസാനം മരണമെടുത്തു, സക്കറാത്തിന്റെ അവസ്ഥ എടുത്തു. ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്. എനിക്ക് വല്ലാത്ത സന്തോഷമായി. ജ്യേഷ്ഠന് ഖുർആൻ ഓതിയിട്ട് മരിക്കാനായിരിക്കും. ഒരുപാട് കാലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ. ഖുർആൻ എടുത്ത് കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോ വലിച്ചെറിയുകയാ. എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഖുർആൻ വലിച്ചെറിയുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ ജ്യേഷ്ഠൻ ഈമാനില്ലാതെ മരിച്ചുപോയി. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു. ചെറുപ്പക്കാരൻ കരയുകയാണ്. ചെറുപ്പക്കാരൻ കരയുകയാണ്. എന്റെ രണ്ടാമത്തെ സഹോദരനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. എന്റെ ജ്യേഷ്ഠനും അതുപോലെ 10-30ഓളം വർഷം, ഒരുപാട് കാലം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചു. രണ്ടാമത്തെ ജ്യേഷ്ഠന്റെയും ആഖിബത്ത് മോശമായ മരണമാ. രണ്ടുപേർക്കും ഈമാനുള്ള മരണം കിട്ടിയില്ല. പടച്ചറപ്പേ, അതേ പള്ളിയിൽ തന്നെയാണ് ഞാനാണിപ്പൊ ബാങ്ക് വിളിക്കുന്നത്. എന്റെ 2 ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നത്. അല്ലാ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാ. ഞാൻ അതാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്. പടച്ചറപ്പേ, മഹാനവറുകളുടെ കണ്ണ് നിറയുകയാ. മഹാനവറുകളുടെ കണ്ണ് നിറയുകയാണ്. എന്തു പാപമാ ചെയ്തത്? ഇവർ രണ്ടുപേരുടെയും മരണം മോശമാകാണ്. ഇവര് കള്ള് കുടിക്കുന്നവരായിരുന്നില്ല, അവർ വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവർ അഹങ്കരിച്ച് നടന്നവരായിരുന്നില്ല, അവര് ശിർക്ക് ചെയ്തവരായിരുന്നില്ല, അവര് നിസ്കരിക്കുന്നവരായിരുന്നു, അവര് ഖുർആൻ ഓതുന്നവരായിരുന്നു, അവര് സദഖ കൊടുക്കുന്നവരായിരുന്നു, അവര് സ്വലാത്ത് പറയുന്നവരായിരുന്നു, അവര് വഅദ് കേൾക്കുന്നവരായിരുന്നു. എന്നിട്ടും അവരുടെ അവസാനം മോശമാകാറുള്ള കാരണം എന്തെന്നറിയുമോ? അവരുടെ ജീവിതത്തിൽ ഒരു പാപം ചെയ്യുന്നവരായിരുന്നു. ഒരേ ഒരു തെറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വാപ്പാ നിനക്കുമുണ്ട്, പെങ്ങളെ നിനക്കുമുണ്ട്. ചെറുപ്പക്കാരാ, പറയുന്ന ഒരു പാപം നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കടാ. മഹാനവറുകളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ 2 സഹോദരന്മാർക്ക് ഒരേ ഒരു ദുശീലമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ദുശീലമെന്നറിയുമോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു.
അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു തങ്ങള്. അതുകൊണ്ടായിരിക്കാം എന്റെ കൂടപ്പിറപ്പുകളുടെ അവസാനം മോശമായി പോയത്. അവിടെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഇനി പറയടാ, സാധാരണ പാപമാണോ? പടച്ചവനെ യൂട്യൂബിനകത്ത് കയറിയിട്ട് അല്ലാഹുവേ, ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വാട്സപ്പിലൂടെ കാമുകന് നല്ല ചിത്രം അയച്ചു കൊടുക്കുന്ന പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എടാ സായിപ്പ് ഉടുതുണിയില്ലാതെ കിടന്ന് വ്യഭിചരിക്കുന്നതിന്റെ വീഡിയോ മകർ കൊടുത്ത് വിവാഹം കഴിച്ച പ്രിയപ്പെട്ട ഭാര്യയോ മണിയറയ്ക്കകത്ത് പിടിച്ചടുത്തിരുത്തിയിട്ട് ആ വൃത്തികെട്ട വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എത്ര വ്യക്തമായി ചിന്തിച്ചു നോക്ക്. എന്റെ ചെറുപ്പക്കാർ, ആവശ്യമില്ലാത്ത സെക്സ് വീഡിയോ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ആവശ്യമില്ലാത്ത ശരീരത്തിന്റെ ഔറത്തുകൾ അന്യ പുരുഷന്മാരുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു കൊടുക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്. സ്വന്തം വിവാഹം കഴിച്ച ഭാര്യയ്ക്ക് സായിപ്പിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ഭർത്താവ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ എന്തിനാടാ പഹയ നീ പെണ്ണ് കെട്ടിയത്? കണ്ടവന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് നിസ്സാര പാപമല്ല, അത് നിസ്സാര പാപമല്ല. അതുകൊണ്ടാണ് 4000 പ്രവാചകന്മാരെ കണ്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പറഞ്ഞു തരികയാ, അന്യ വീട്ടിലേക്ക് കടന്നുപോയാൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്ക്. കാരണം നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിലുണ്ട്. നിന്റെ സ്വർഗവും നരകവും ആ കണ്ണിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. ആ കണ്ണിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ നീ നരകത്തിന്റെ അടിത്തട്ടിൽ പോയി വീഴും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്തിനു വേണ്ടി എന്നറിയുമോ? ഈ നാട്ടിലെ അല്ലാഹുവേ, ഈ നാട്ടിലെ പെൺകുട്ടികളെ സാലിഹത്തുകളാക്കാൻ, ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് കിട്ടുന്നതിന് വേണ്ടി, ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി ആ മക്കള് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ, ഒരു കല്ലിന്റെ പൈസ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആൺമക്കളെ പഠിപ്പിക്കാനല്ല, നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കൂ, ഈ നാട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാനാണ്. അവർക്ക് ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മക്കള് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അത് സാധാരണ ഒരു അറബി കോളേജ് പോലെ നിങ്ങൾ തെള്ളിക്കളയേണ്ട കാര്യമല്ല, വല്ലാത്ത പ്രതിഫലമാ. കാരണം ഒരു പെണ്ണ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പെണ്ണ് നന്നായി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നന്നാകുമടാ ചെറുപ്പക്കാരാ. ഒരു പെണ്ണ് നന്നായ ലോകം തന്നെ നന്നാവുകയാണ്. ഒരു പെണ്ണെങ്ങാനും തലതിരിഞ്ഞു പോയാ പടച്ചവനെ, എത്രയെത്രയോ കൊലവന്മാരെ മുട്ടതാ, ഒരുപാട് മഹാന്മാരെ താഴെ എത്തിച്ചത് പെണ്ണുങ്ങളാണല്ലോ. ഒരു പെണ്ണെങ്ങാനും പിഴച്ചു പോയാ പടച്ചവനെ, ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനെ ഭയക്കുന്ന പെൺമക്കളാകണം. ചെറുപ്പം മുതലേ ഖുർആൻ ഓതാൻ പഠിക്കുകയാണ്, നമസ്കരിക്കാൻ പഠിക്കുകയാണ്, പടച്ചവനെ നല്ല കാര്യങ്ങൾ പഠിക്കുകയാണ്, പടച്ചവനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കാനാ. അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. മടി കാണിക്കല്ലേ, മടി കാണിക്കല്ലേ. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം കടന്നു വന്നിട്ട് വർഷം തികയാറായല്ലോ. എന്തേ സംഭവിച്ചത്? കോടീശ്വരന്മാരുടെ പണമൊക്കെ എവിടെ പോയി? ശാസ്ത്രലോകം മുഴുവനും പരാജയപ്പെട്ടു പോയത് ഒരു ചെറിയ വൈറസിന്റെ മുന്നിലാ.
ലക്ഷക്കണക്കിന് ആൾക്കാരെ 6 അടി മണ്ണിന്റെ അകത്തെത്തിച്ചത് ഈ രോഗമാണല്ലോ. കോടാനുകൂടി ജനങ്ങള് തന്റെ കുടുംബത്തിൽ നിന്ന്, തന്റെ ഭാര്യയിൽ നിന്ന്, തന്റെ മക്കളിൽ നിന്ന്, തന്റെ മാതാപിതാക്കളിൽ നിന്ന്, സ്വന്തം വീടിന്റെ അകത്ത് നിന്ന് മാറ്റിയിരുത്തി ചിന്തിപ്പിക്കാറ് ഈ രോഗമൊരു കാരണമായതെങ്കിലോ ഈ പാവപ്പെട്ട മക്കൾ അവന് വീട് വെക്കാറല്ല, അവന്റെ പെങ്ങളെ കെട്ടിക്കാറല്ല, അവന് ഭക്ഷണം കഴിക്കാറല്ല. ഈ നാട്ടിലെ പെൺമക്കളെ ദീനീപരമായിട്ടുള്ള ഇൽമ പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ ഈ മക്കള് കടന്നു വരുമ്പോ കയ്യിലുള്ളതിലൊരു നല്ല സദക്ക എടുത്തോ, കൊടുത്താ കിട്ടുന്ന പ്രതിഫലമെന്താ? സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ക്യാൻസർ രോഗത്തിനെ മാറ്റാറ് മോനെ മരുന്നില്ലെന്നാരാടാ പറഞ്ഞത്? ക്യാൻസറിനെ മാറ്റാൻ മരുന്നില്ലെന്നാരാ പറഞ്ഞത്? മോനെ ഈ വരുന്ന ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ഇടടാ. ഏത് രോഗത്തിനെയും മാറ്റാറുള്ള മരുന്നാ, ഏത് സിഹറിനെയും ബാത്തിലാക്കാനുള്ള മരുന്നാ, ഏത് ശാപത്തെയും തകർക്കാനുള്ള മരുന്നാ, ഏത് പ്രയാസത്തെയും മാറ്റാറുള്ള മരുന്നാ. നബിയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുത്തോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, കൊടുക്കുന്നത് സിറാജ് ഉസ്താദിനല്ല, ഇവിടത്തെ കമ്മിറ്റിക്കാരുടെ കയ്യിലല്ല, കൊടുക്കുന്നത് പടച്ചറപ്പിനാ. ഈ പ്രപഞ്ചം മുഴുവൻ വിളക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ കയ്യിലാ കൊടുക്കുന്നത്. ഒരിക്കലും വെള്ളപ്പൊക്കമുണ്ടായിട്ടത് തകർന്നു പോകില്ല, പടച്ചവനെ തീകരിച്ചു കളയില്ല. അല്ലാഹുവിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുത്തോ. കരുണക്കടലായ അല്ലാഹ് ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടോ ഒരു സദഖ കൊടുക്കുന്നുണ്ടോ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു പനിയാക്കി മാറ്റണേ അല്ലാഹ്. അതുകൊണ്ടൊരു സദഖ എടുത്തോ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. ബക്കറ്റ് എടുത്തോണ്ട്, ബക്കറ്റല്ല പെട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളോട് എടാ ധൃതി കാണിക്കരുത്. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിന്റെ പെങ്ങളെ കെട്ടിക്കാനോ നിനക്ക് വീട് വെക്കാനോ അല്ല, നിനക്ക് വേണ്ടി കൈനീട്ടിയാൽ നാണക്കേട് കാണിച്ചാൽ മതി. പക്ഷേ അള്ളാഹുവിന്റെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൈനീട്ടുന്നതിൽ ഒരു പ്രശ്നവും വേണ്ട. സമാധാനത്തോടെ ഓരോ മനുഷ്യന്റെ മുന്നിലും പോയി നിന്ന് പൈസ മേടിച്ചിട്ട് പോയാ മതി. നിനക്ക് സ്വർഗത്തിൽ പോകാൻ അള്ള തരുന്നൊരവസരവാ ഇത്. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ തരുന്നൊരവസരം. വേണ്ടവരൊക്കെ മനസ്സറിഞ്ഞിട്ടൊരു സദഖയിട്. നിന്റെ സർവ്വ രോഗങ്ങളും നിന്റെ സർവ്വ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ എന്ന ഒരു നല്ല നീയത്തോടെ ഒരു നല്ല സദഖ. എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, കരുണക്കടലായ അല്ലാഹ് അവരെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാന്. മാരകമായ ക്യാൻസർ പോലെയുള്ള സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈ ചെയ്യുന്ന ചെറിയ സദഖയാണെങ്കിലും ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാതെ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കും.
ചെയ്യുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദക്ക. കാരണം ഈ നാട്ടിലെ പെൺകുട്ടികളെ ദീനീ കുടുംബമാക്കി മാറ്റാൻ. ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായാൽ അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അള്ളാന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കൾ നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും, അവളുടെ വീട് നന്നാകും, അവളുടെ നാട് നന്നാകും, അവളുടെ കുടുംബം നന്നാകും, ലോകം തന്നെ നന്നാകും ഒരു പെണ്ണ് നന്നായാൽ. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികൾ ദീനീ ബോധമുള്ള പെൺകുട്ടികളാകണം. ഈ